അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ദരിദ്രനോട് കരുതലുള്ളവൻ ഭാഗ്യവാനാകുന്നു. കഷ്ടതയുടെ നാളിൽ കർത്താവ് അവനെ സംരക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദരിദ്രനോട് കരുതലുള്ളവൻ ഭാഗ്യവാനാകുന്നു. കഷ്ടതയുടെ നാളിൽ കർത്താവ് അവനെ സംരക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കും. അവന്റെ ജീവൻ സംരക്ഷിക്കും. അവിടുന്ന് ഭൂമിയിൽ അവന് നന്മ നൽകും. അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. രോഗശയ്യയിൽ കർത്താവ് അവനെ താങ്ങും. പൂർണ്ണമായവന് സൗഖ്യമേകും. അങ്ങാണ് എൻ്റെ കർത്താവ്, എന്നോട് കരുണ തോന്നണമേ. എന്റെ ആത്മാവിന് സൗഖ്യം നൽകണമേ. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തുപോയി. എന്നാണ് അവൻ മരിച്ച് അവന്റെ നാമം ഇല്ലാതാകുന്നതെന്ന് ശത്രുക്കൾ എന്നെ ദുഷിച്ചു പറഞ്ഞു. അവർ എന്നെ കാണാൻ വന്നപ്പോൾ പൊള്ളവാക്കുകൾ പറഞ്ഞു. ഹൃദയത്തിൽ അവർ ദോഷം ആലോചിച്ചിരുന്നു. തെരുവിലിറങ്ങി എന്നെ ദുഷിച്ചിരുന്നു. എന്നെ വെറുക്കുന്നവരെല്ലാം ഒന്നു ചേർന്ന് മന്ത്രിച്ചു. എനിക്കെതിരായി തിന്മ വിചാരിച്ചു. മോശമായവ നിരൂപിച്ചു. അവൻ മൃതപ്രായനായിരിക്കുന്നു. ഇനി ഒരിക്കലും അവൻ എഴുന്നേൽക്കുകയില്ല. എന്റെ ക്ഷേമം അന്വേഷിച്ചവനും ഞാൻ ആശ്രയിച്ചവനും എന്റെ അപ്പം ഭക്ഷിച്ചവനും ഞാൻ വിശ്വാസമർപ്പിച്ചവനും എന്നോട് കൊടുംവഞ്ചന ചെയ്തു. കർത്താവേ, അങ്ങ് എന്നെ കനിയണമേ. എന്നെ എഴുന്നേൽപ്പിക്കണമേ. ഞാൻ അവരോട് പകരം ചോദിക്കട്ടെ. വിരോധികൾ എന്നെ ദ്രോഹിക്കുന്നില്ലെങ്കിൽ അങ്ങ് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് ബോധ്യമാകും. എന്റെ നിഷ്കപടത നിമിത്തം അങ്ങ് എന്നെ താങ്ങുന്നു. തിരുസവിധത്തിൽ എന്നേക്കും എന്നെ നിർത്തുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. അനാദി മുതൽ എന്നേക്കും. ആമേൻ, ആമേൻ. കാട്ടരുവി തേടി നടക്കുന്ന കലമാനെ പോലെ
കർത്താവേ, ഞാൻ അങ്ങേ തേടുന്നു. ജീവിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എനിക്കെപ്പോൾ അങ്ങയുടെ മുഖം ദർശിക്കാനാകും? രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നെ പരിഹസിക്കുന്നു. ഇവയെല്ലാം ഓർത്തതിനാൽ ഞാൻ ദുഃഖിതനായി. അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തോടെ ഞാൻ ദൈവഭവനത്തിൽ പ്രവേശിക്കും. സ്തുതികീർത്തനങ്ങൾ കേട്ട് അനേകർ ആനന്ദിക്കും. എന്റെ ആത്മാവേ, നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് മൂകമായിരിക്കുന്നു? നീ ദൈവത്തെ കാത്തിരിക്കുക. എന്റെ രക്ഷകനും ദൈവവുമായവനെ വീണ്ടും ഞാൻ സ്തുതിക്കും. എന്റെ ആത്മാവ് ദുഃഖിതമായിരിക്കുന്നു. യോർദാൻ ദേശത്ത് ഹെർമോനിലും മിസാരിലും ഞാൻ അങ്ങേ അനുസ്മരിച്ചു. വെള്ളപ്പാച്ചിലിന്റെ ഇരമ്പലാൽ ആഴമാഴത്തെ വിളിക്കുന്നു. ഓളങ്ങളും തിരമാലകളും എനിക്കുമീതെ കടന്നുപോയി. കർത്താവ് പകൽ തന്റെ കാരുണ്യം വർഷിക്കുന്നു. രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എന്നെ മറന്നത് എന്തുകൊണ്ട്? ശത്രുപീഡനം മൂലം എനിക്ക് ദുഃഖിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നു ഞാൻ ദൈവത്തോട് ചോദിച്ചു. അസ്ഥികളുടെ തകർച്ചയെ ശത്രുക്കൾ എന്നെ നിന്ദിക്കുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് ദിനം തോറും അവർ എന്നോട് ചോദിക്കുന്നു. എന്റെ ആത്മാവേ, നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് മൂകമായിരിക്കുന്നു? നീ ദൈവത്തെ കാത്തിരിക്കുക. എന്റെ രക്ഷകനും ദൈവവുമായവനെ വീണ്ടും ഞാൻ സ്തുതിക്കും. ദൈവമേ, എനിക്ക് ന്യായവിധി നടത്തി തരണമേ. കരുണയില്ലാത്ത ജനത്തോട് പകരം ചോദിക്കണമേ. ദുഷ്ടനും വഞ്ചകരുമായവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ ശക്തനായ ദൈവം അങ്ങാണല്ലോ. എന്തുകൊണ്ട് അങ്ങ് എന്നെ വിസ്മരിച്ചു? ശത്രുക്കളുടെ പീഡനം മൂലം ഞാൻ ദുഃഖിച്ചുടലാൻ കാരണമെന്ത്? അങ്ങയുടെ പ്രകാശവും വിശ്വസ്തതയും അയക്കണമേ. അവ എന്നെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെ വിശുദ്ധ മലയിലേക്കും വിശുദ്ധ കൂടാരത്തിലേക്കും അവ എന്നെ ആനയിക്കട്ടെ. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ബലിപീഠത്തെയും ബാല്യത്തിൽ എന്റെ ആനന്ദമായിരുന്ന ദൈവത്തെയും സമീപിക്കും. ദൈവമേ, എന്റെ ദൈവമേ, കിന്നരമീട്ടി ഞാൻ അങ്ങേ പുകഴ്ത്തും. എന്റെ ആത്മാവേ, നീ എന്തിനാ ആകുലപ്പെടുന്നു? നീ എന്തിനാ വിഷാദിച്ചുടലുന്നു? നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എന്റെ രക്ഷകനും ദൈവവുമായവനെ വീണ്ടും ഞാൻ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അവന്ദനീയമായ ദാനത്തെ പ്രതി ദൈവത്തിന് സ്തുതി. നാഥൻ ശിഷ്യഗണത്തോടായി ഉര ചെയ്ത നാൾ സാമോദം. എൻ പ്രിയരെ, ഞാൻ പോകുന്നു, നിങ്ങൾക്കായി ഞാൻ ഏകീടും. ആശ്വാസപ്രദനായവനെ, സത്യവും അതുപോൽ നീതിയുമാ റൂഹാ പരിചിൽ വെളിവാക്കും. വിവരിച്ചിടാനൊരു നാളും കഴിയാത്തവന്താനത്തെ കൈക്കൊണ്ടവരാം സ്നേഹന്മാർ കർത്താവിൻ സ്തുതി പാടുകയായി. ആത്മാവിന്റെ ശുശ്രൂഷ എത്രയോ തേജസ്സുറ്റതായിരിക്കും. റൂഹ നൽകിയ കൃപയാലേ സ്വന്ത ജനത്തെ സ്ലീഹന്മാർ പരിചോടുലകിൽ മോചിച്ചു. പൊന്നും വെള്ളിയുമില്ലാത്തോർ നിർധനരായോ സ്ലീഹന്മാർ ദൈവത്തിൻ കൃപയളവെന്നിൽ ലോകം മുഴുവനുമേകുകയായി. മർത്യതയാർന്നവരെന്നാലും
രചിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശ്ലീഹർ ദൈവത്തിൻ സുതനാം നൃപനിൽ നിന്നാറൂഹാദൻ ദിവ്യായുധമതു കൈക്കൊണ്ടു മർത്യന ഗോചരനെന്നാലും അതുവഴി ഉന്നതി നേടിയവർ മാനവ വൃന്ദത്തിൽ ഒരുപോൽ വിസ്തൃതരായി തീർന്നു. ശ്ലീഹന്മാരുടെ അർത്ഥനകൾ മാനവ മക്കൾക്കെന്നാളും കോട്ടയും അഭയവുമായിടാൻ നാഥാ നീ കനിവാകണമേ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ. കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥാ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുന്നു, സിംഹാസനത്തിൽ നിന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു. മനുഷ്യരെയെല്ലാം അവിടുന്ന് കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, സിംഹാസനത്തിൽ നിന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു. മനുഷ്യരെയെല്ലാം അവിടുന്ന് കാണുന്നു. അവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് മനഞ്ഞിരിക്കുന്നു. ചെയ്തികളെല്ലാം അവിടുന്ന് അറിയുന്നു. രാജാവ് സൈന്യബലം കൊണ്ട് മാത്രം ജയിക്കുന്നില്ല, യുദ്ധം ചെയ്യുന്നവർ ശക്തി കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നില്ല. രക്ഷ നേടാൻ കുതിരയെ ആശ്രയിക്കുന്നത് വ്യർത്ഥമാണ്. ശക്തി കൊണ്ട് കുതിരക്കാരനെ രക്ഷിക്കാൻ അവന് സാധിക്കില്ല. കർത്താവിന്റെ കണ്ണുകൾ നീതിനിഷ്ഠരിലാണ്, അവിടുത്തെ കൃപ അവർ പാർത്തിരിക്കുന്നു. ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു, മരണത്തിൽ നിന്ന് അവരുടെ പ്രാണൻ രക്ഷിക്കുന്നു. ഞങ്ങളുടെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു, സഹായിയും സംരക്ഷകനും അവിടുന്ന് ആകുന്നു. ഞങ്ങളുടെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു,
അവിടുത്തെ തിരുനാമത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രത്യാശിക്കുന്നത് പോലെ അങ്ങയുടെ കൃപ ഞങ്ങളിൽ വർഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുൾച്ചെടികൾക്കിടയിൽ ഉയരും ജ്വാലകളിൽ ദർശനമഖിലേശൻ നൽകി മോശയ്ക്കായി. മാനവ പാപത്തിൻ മുള്ളുകളെറിയിക്കാൻ പാവന റൂഹായേ നാഥനയച്ചല്ലോ. അഗ്നിസമാനമവൻ ശുദ്ധി വരുത്തുന്നു, മർത്യനുനാഗത്തിൻ പാതയൊരുക്കുന്നു. വിശ്വാസികളുടെ സദ്വ്യൂഹം വളരുന്നു, നിതരാം നിലനിൽക്കും മണിമന്ദിരമായി. ശിഷ്യരണച്ചിടും പ്രാർത്ഥനയാൽ നാഥ സബദൻ സുതരിന്നും സൽഫലമേകട്ടെ. അവരുടെ പാതകളിൽ ഞങ്ങൾ ചരിച്ചൊടുവിൽ മഹിമയിൽ ഒരുമിക്കാൻ വരമരുളിയിടണമേ. താതനും ആത്മജനും പാവനരൂഹായ്ക്കും അനവരതം ഞങ്ങൾ സ്തോത്രമളിക്കുന്നു. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ഇതാ, ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിത്യജീവനിലേക്കുള്ള വഴി ഇടുങ്ങിയതാണെന്ന് പഠിപ്പിക്കുകയും നിഷ്ഠുരമായി പീഡകളേറ്റ് കുരിശിൽ സ്വയം ബലിയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തുകൊണ്ട് ലോകത്തിലെ കഷ്ടതകൾ ധൈര്യപൂർവ്വം നേരിടാൻ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിച്ച കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞെരുക്കം, ബന്ധനം, പീഡനം, ദാരിദ്ര്യം തുടങ്ങിയവയ്ക്കൊന്നും വേർപെടുത്താനാവാത്ത വിധം അത്ര അഗാധമായ സ്നേഹത്തിൽ നിന്നോട് ഐക്യപ്പെടുവാൻ. ഞെരുക്കം, ബന്ധനം, പീഡനം, ദാരിദ്ര്യം തുടങ്ങിയവയ്ക്കൊന്നും വേർപെടുത്താനാവാത്ത വിധം അത്ര അഗാധമായ സ്നേഹത്തിൽ നിന്നോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ സ്നേഹന്മാരെ ശക്തരാക്കിയ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജീവഭയം മൂലം നിന്നെ ഉപേക്ഷിച്ച സ്നേഹന്മാരെ നിന്നെ പ്രതി കഠിന പീഡകളേറ്റ് സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ പരിശുദ്ധ റൂഹ വഴി ശക്തരാക്കിയ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ നാമത്തെ പ്രതി ഞങ്ങൾ ചെയ്യുന്ന ത്യാഗത്തിന് ഈ ലോകത്തിൽ 100 മടങ്ങ് പരലോകത്തിൽ നിത്യായുസ്സും വാഗ്ദാനം ചെയ്ത കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ
ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായേ, നിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ പ്രത്യക്ഷീകരണത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്ക്